അപ്പോൾ 4 റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ 5 റൗണ്ടിൽ 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടു. നമ്മളിങ്ങോട്ട് തിരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആ സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ഒരു നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക. ഒരു ചെയിൻ സ്കിപ്പ്. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ഒരു നൂല് കളയുക, 2 നൂല് കളയുക, 2 നൂല് കളയുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ. കണ്ട ചെറിയൊരു ഹോൾ വരുന്നത്. യാൺ ഓവർ ചെയ്ത് ഒരു ചെയിൻ സ്കിപ്പ്. നെക്സ്റ്റ് ചെയിന് വീണ്ടും യാൺ ഓവർ ഒരു നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക. യാൺ ഓവർ ചെയ്യുക. വീണ്ടും അതേ സെയിം ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ചെയിൻ സ്കിപ്പ്. വീണ്ടും നെക്സ്റ്റ് ചെയിൻ യാൺ ഓവർ നൂല് കളഞ്ഞു, 2 നൂല് കളഞ്ഞു. യാൺ ഓവർ ചെയ്ത് രണ്ടാമത്തെ സെയിം ആ ഒരു ചെയിനിൽ തന്നെ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഒരു നൂല് കളഞ്ഞു, യാൺ ഓവർ ചെയ്ത് 2 നൂല് കളഞ്ഞു, യാൺ ഓവർ ചെയ്ത് 2 നൂല് കളഞ്ഞു. അങ്ങനെ ഈ റൗണ്ട് മൊത്തം ചെയ്യുക. ഇനിയുള്ള 10 റൗണ്ടിൽ ഇതേപോലെ ചെയ്തു വരിക കേട്ടോ. യാൺ ഓവർ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ സ്കിപ്പ്, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ സ്കിപ്പ്. ഇങ്ങനെ ലാസ്റ്റ് വരെ ചെയ്യുക. അവിടുന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. വീണ്ടും മേൽഭാഗത്തേക്ക് 3 ചെയിൻ ഇടുക. വീണ്ടും ഇതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ സ്കിപ്പ്. അങ്ങനെ 10 റൗണ്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും കാണിക്കാം. ഇത് 5ാമത്തെ റൗണ്ടിൽ നമ്മൾ ലാസ്റ്റ് ആ ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്തങ്ങനെ. അതിന് മുന്നത്തെ റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു, ഒരു ഡബിൾ ക്രോഷ്യയാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി അവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല. ഇനി മേൽഭാഗത്തേക്ക് വീണ്ടും 3 ചെയിൻ ഇടുക. വർക്ക് ടേൺ ചെയ്യുക. ടേൺ ചെയ്താലാണ് നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 6ാമത്തെ ചെയിനിൽ സെയിം തന്നെ 5ൽ ചെയ്ത പോലെ തന്നെയാണ്. ഇനി 10 റൗണ്ട് ചെയ്യുക കേട്ടോ. ഒരു വർക്ക് സ്കിപ്പ്. നെക്സ്റ്റ് വർക്കിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതിലൊരു ഡബിൾ ക്രോഷ്യ ഇതാ ചെയ്യുന്ന ഒരെണ്ണം കൂടി യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ. ഇനി ഒരു ചെയിൻ സ്കിപ്പ്. നെക്സ്റ്റ് വീണ്ടും അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ ഒരു നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക. ഓക്കെ, ഇത് 2 കഴിഞ്ഞു. ഒരു ചെയിൻ സ്കിപ്പ്. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും യാൺ ഓവർ 1 കളയുക, യാൺ ഓവർ 2 കളയുക, യാൺ ഓവർ 2 കളയുക. ഒരെണ്ണം കൂടി അതിൻ്റെ ഉള്ളിൽ ചെയ്യണം. ഇതേപോലെ എല്ലാ റൗണ്ടിലും ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ചെയിൻ വരെ ചെയ്യുക. എന്നിട്ടിപ്പം ഞാൻ കാണിക്കാം. ലാസ്റ്റ് ചെയിൻ വരെ ചെയ്തിട്ട് എന്താണെന്നുള്ളത് കാണിക്കാം കേട്ടോ. 6ാമത്തെ റൗണ്ടിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ. അപ്പോൾ നമ്മൾക്ക് കണ്ടില്ലേ, ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ചെരിവ് വരുന്നത്. ആ ചെരിവ് വരുമ്പോൾ സെയിം ആ ഒരു റൗണ്ടിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടിയും ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ റൗണ്ട് നിവരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ 3 ഡബിൾ ക്രോഷ്യാണ് ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൊടുത്തത്. അത് കാരണം ഈ ഒരു ഭാഗം സ്ക്വയറായി. കണ്ടില്ലേ, ഈ ഭാഗത്ത് 3 കൊടുത്തപ്പോൾ ഈ ഭാഗം ഓക്കെ ഇങ്ങനെ നേരെ വന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ഈ ചെരിവ് വരികയാണെങ്കിൽ അവിടെ 2 ഡബിൾ ക്രോഷ്യ ആദ്യം കൊടുത്ത് നോക്കുക. എന്നിട്ടും ചെരിവ് ഒന്നുകൂടി ആവണില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ക്രോഷ്യ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് സ്ക്വയർ ഓക്കെ ആവും. ഇനി ഇതിൻ്റെ മേലേക്ക് വീണ്ടും 7ാമത്തെ റൗണ്ടിലേക്ക് 3 ചെയിൻ ഇടുക. നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ചെയ്തു, എന്നാലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യാൺ ഓവർ ചെയ്ത്
സെയിം ആ വർക്കിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ. പിന്നെ അതേപോലെ ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിൻ 2 ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ ഒരു നൂല് കളയുക, യാൺ ഓവർ ഒരു നൂല് കളയുക, യാൺ ഓവർ ഒരു നൂല് കളയുക, യാൺ ഓവർ ചെയ്തു വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു നമ്മൾ, കണ്ടില്ലേ. ഇനി അതേപോലെ ഒരു ചെയിൻ സ്കിപ്പ്, രണ്ടാമത്തെ ചെയിനിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ ഒരു നൂല് കളഞ്ഞു, യാൺ ഓവർ 2 നൂല് കളഞ്ഞു, രണ്ടിൽ വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, അപ്പുറത്തെ ചെയിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു 2 ഡബിൾ ക്രോഷ്യ, കണ്ട 2 എണ്ണം ചെയ്തു. ഇത് കുറച്ച് വലിയ ടൈപ്പാണ് കേട്ടോ. ഒരെണ്ണം സ്കിപ്പ് ചെയ്തു, അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ, കണ്ടില്ലേ. ഇതേപോലെ ഇനി ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 7ാമത്തെ റൗണ്ടും കഴിഞ്ഞു. ഇനി 8ാമത്തെ റൗണ്ടിലും സെയിം ഇതേ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. 3 ചെയിൻ ഇടുക, നമ്മൾ വർക്കൊന്ന് ജസ്റ്റ് ടേൺ ചെയ്യുക, സെയിം അതിൻ്റെ ഉള്ളിൽ തന്നെ ഹുക്ക് ഇടുക, ഡബിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെയാണ് 10 വരെ ചെയ്യേണ്ടത്. ഇതാ ഒരെണ്ണം, 2 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, മറ്റേ ചെയിനിൽ വീണ്ടും യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇടുക, ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ആ സെയിം ചെയിനിൽ തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുക, യാൺ ഓവർ ഒരു നൂല് വലിക്കുക, യാൺ ഓവർ ഒരു നൂല് വലിക്കുക, 2 നൂല്. ഇതാ കണ്ട, എൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ല നേരെ ചെയ്ത്. ഇനി വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, മറ്റേ ചെയിനിൽ വീണ്ടും യാൺ ഓവർ ചെയ്ത്, യാൺ ഓവർ ഒരു നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക. ഓരോരുത്തരുടെ നൂലനുസരിച്ചിരിക്കും കേട്ടോ, നൂലിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും അതിൻ്റെ വലുപ്പം, ഈ ലെങ്ത്തും എല്ലാം ഇത് കേട്ടോ. അപ്പം എൻ്റെ നൂല് 4 പ്ലേ ആണ്, പക്ഷേ കട്ടി കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയിൻ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. ഈ ഒരു ചെയിൻ സ്കിപ്പ് ഞാൻ വരച്ചത്. നിങ്ങളുടെ കയ്യിൽ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാഗ് ഹാൻഡ് ബാഗിൻ്റെ കൂടെ ഒപ്പം വെച്ച് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഹൈറ്റ് വെപ്പിക്കുക. ഹൈറ്റ് വെപ്പിക്കാൻ എത്ര ചെയിൻ ഇടുക, ഇതേ സെയിം മെത്തേഡ് തന്നെ എല്ലാത്തിലും തുടങ്ങുക. കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്, വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, മറ്റേ ചെയിനിൽ വീണ്ടും ഇപ്പോൾ 8ാമത്തെ റൗണ്ടാണ് ഞാൻ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8. ഇതേ തന്നെ സെയിം മെത്തേഡ് തന്നെ 2 റൗണ്ട് കൂടിയും ചെയ്യാട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ അതാ നമ്മുടെ 10 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 10 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.